പ്രതീക്ഷ. ഞാൻ ചാപ്റ്റർ എഡ്യൂക്കേഷൻ സെൻറ്ററിലെ ഹിന്ദി അധ്യാപികയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സുകാർക്ക് വേണ്ടിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഗുൽമോഹർ കാ ജന്മദിനം എന്നുള്ളൊരു കഹാനിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി കഹാനി നമ്മൾ തുടങ്ങിയിട്ടില്ലായിരുന്നു. ആദ്യമേ ഒരു ചെറിയ പത്രമായിരുന്നു പഠിച്ചത്. അതിനുശേഷം നമ്മളൊരു ഒരു കോൺവെർസേഷൻ പോലെ ഒരു ഫോൺ കോളായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ കഥയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 കഥാപാത്രങ്ങളാണ് ഇതിലുള്ളത്. ഒന്നെന്ന് പറയുന്നത് ആരായിരുന്നു? ഒന്ന് മീന ഓർ നിർമ്മൽ. അപ്പോൾ മീനയും നിർമ്മലുമാണ് ഇതിലെ പ്രധാനമായിട്ടുള്ള 2 കഥാപാത്രങ്ങളെന്ന് നമ്മൾ പറഞ്ഞു. മീനയുടെ വീട്ടിലെ ഗുൽമോഹർ വൃക്ഷത്തിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം അതിനെ ക്ഷണിക്കുന്നതാണ്. നിർമ്മലിനെ ക്ഷണിച്ചുകൊണ്ടൊരു കത്ത് എഴുതുകയും ചെയ്തു. പിന്നീട് എന്ത് ചെയ്യുന്നു? നിർമ്മൽ മീന എഴുതിയ കത്ത് കിട്ടിയ കാര്യം പറയാനും അതിൽ എഴുതിക്കുന്ന വിവരങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? മീനയെ തിരിച്ച് ഫോൺ വിളിക്കുന്നതുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വരെ പഠിച്ചു നിർത്തിയത്. അപ്പോൾ ആ ഫോൺ വിളിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, മീന പറയുന്നു, നീ വീട്ടിലേക്ക് വരുമോ? അപ്പോൾ ഞാൻ പറയാം ഈ ഗുൽമോഹറിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ ഒരു കഹാനി പറയാമെന്ന് പറയുന്നു, ഒരു കഥ പറയാമെന്ന് പറയുന്നു. നമ്മൾ ഇന്നിവിടെ ആ കഥയാണ് പഠിക്കാൻ പോകുന്നത്. വളരെ മനോഹരമായ ഒരു കഥയാണ് ആ കഥയിൽ. അപ്പോൾ മെയ് 6-ന് ബർത്ത്ഡേ ആണല്ലോ. അപ്പോൾ വൈകുന്നേരം 6 മണിക്കാണ് ബർത്ത്ഡേ. അപ്പോൾ വൈകുന്നേരം 4 മണിക്കാണ് ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. അപ്പം ആ സമയത്ത് എത്തുകയാണ് അവർ. അപ്പോൾ എത്തുമ്പോഴുണ്ടാകുന്ന സംഭവങ്ങളാണ് ഈ നമ്മുടെ കഹാനിയിൽ പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾക്ക് കഥ പഠിക്കാം. പേജ് നമ്പർ 11-ലാണ് കഹാനി ആരംഭിക്കുന്നത്. ഗുൽമോഹർ കാ ജന്മദിനം എന്നുള്ള കഹാനി എഴുതിയത് ആരായിരുന്നു? സന്തോഷ് സാഹിനിയായിരുന്നു അല്ലേ? അദ്ദേഹമാണ് ഈ കഹാനി എഴുതിയത്. അപ്പോൾ അതിനൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതാണ്ട് ഒരു ഗുൽമോഹർ ഒരു പൂത്ത് നിൽക്കുന്നതായിട്ടും ഒക്കെ കൊടുത്തേക്കുന്നത് ഇല്ലേ? ഒരു വാഗവൃക്ഷം പൂത്ത് നിൽക്കുന്ന ഒരു പിക്ചറല്ലേ കൊടുത്തേക്കുന്നത്? मीना ने घर के बगीचे में गुलमोहर के पेड़ के नीचे एक दरी बिछी है. दरी पर सफ़ेद चादर है. एक और खाने पीने की चीज़ें रखी है. निर्मल, चंपा, कुलवंत, पुष्पा, नसीमा भानु और शीला बातें करती चली आ रही है. सबके हाथों में उपहार है. കഥ ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്. എന്താണ്? മെയ് 6-ാം തീയതി വൈകുന്നേരം. മെയ് 6-ാം തീയതി വൈകുന്നേരം 4:30-ക്കാണ് ബർത്ത്ഡേ ആഘോഷിച്ച് തുടങ്ങുന്നതെന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പം വൈകുന്നേരം മെയ് 6 വൈകുന്നേരം. मीना के घर के बगीचे में गुलमोहर के पेड़ के नीचे एक दरी बिछी है. मीना के घर के बगीचे में, മീനയുടെ വീട്ടിലെ ആ ബഗീച്ച എന്ന് വെച്ചാൽ പൂന്തോട്ടത്തിലെ ഗുൽമോഹർ കെ പേട് കെ നീച്ചെ, ഗുൽമോഹർ വൃക്ഷത്തിൻ്റെ താഴെയായിട്ട് എന്തുണ്ട്? ഏക ദരി ബിച്ചി ഹെ. ഒരു സൈഡിലായിട്ട് ഒരു ചെറിയൊരു മരമുണ്ട്, കുഞ്ഞൊരു മരമുണ്ട്. നരി പർ സഫേദ് ചാദർ ഹെ. ഇനി ആ മരത്തിന് താഴെയായിട്ട് എന്താണ്? ഒരു ചെറിയൊരു വിരിപ്പ് വിരിച്ചേക്കുന്നു. അപ്പോൾ മീനയുടെ പൂന്തോട്ടത്തിലെ ഗുൽമോഹർ വൃക്ഷത്തിൻ്റെ ആ പൂന്തോട്ടം ഗുൽമോഹർ വൃക്ഷവുമാണ് ആദ്യം കാണിക്കുന്നത്. അതിൻ്റെ സൈഡിൽ ഒരു ചെറിയ വൃക്ഷമുണ്ട്. അതിൻ്റെ ചുവട്ടിലായിട്ട് എന്താണ്? ഒരു ചാദർ എന്ന് പറഞ്ഞാൽ ഒരു വിരിപ്പ് വിരിച്ചു. ഏക് ഓർ ഖാനെ പീനേക്ക് ചീസെ രഖി ഹെ. ഒരു സൈഡിലായിട്ട് എന്താണ്? ഖാനെ പീനേക്ക് ചീസെ, കഴിക്കുന്നതിനും കുടിക്കുന്നതിനുമുള്ള സാധന വസ്തുക്കളൊക്കെ അവിടെ ഒരു സൈഡിലായിട്ട് വെച്ചേക്കണം. ഈ ചാദറിൻ്റെ ഒരു സൈഡിൽ കഴിക്കാനുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോഴെന്താണ് അവിടെ കാണുന്നത്? നിർമ്മൽ, ചമ്പ, കുലവന്ത്, പുഷ്പ, നസീമ ഭാനു ഓർ ഷീല ബാത്തേം കർത്തി ചലി ആ രഹി ഹെ. അപ്പോഴതാ മീനയുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള നിർമ്മൽ വരുന്നു. ചമ്പ എത്തുന്നു. പിന്നെ ആരാണ്? കുൽവൻ, പുഷ്പ, നസീമ ഭാനു. അപ്പം മീനയുടെ ഫ്രണ്ട്സാണ് ഇവരൊക്കെ എന്താണ്? ഓർ ഷീലയും ഉണ്ടായിരുന്നു കൂടെ. ഷീലയും ഒക്കെ ഇവരെന്താണ്? ബാത്തേ കർത്തി ചലി ആ രഹി ഹെ. കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ വരികയാണ്. മീനയുടെ വീട്ടിലേക്ക് അവർ എത്തുന്നു. സബ്കെ ഹാത്തോമേ ഉപകാർ ഹെ. എല്ലാവരുടെയും കയ്യിൽ എന്താണ്? ഗിഫ്റ്റ് ഉണ്ട്. ഉപകാരം എന്ന് വെച്ചാൽ ഗിഫ്റ്റ്. എല്ലാവരുടെയും കയ്യിൽ ഗിഫ്റ്റൊക്കെ ഉണ്ട്. അപ്പം അവർ ബർത്ത്ഡേ ആഘോഷിക്കാൻ വരുമല്ലേ? അപ്പോൾ അവരുടെ കയ്യിൽ ഗിഫ്റ്റ് ഉണ്ടായിരിക്കണമല്ലോ. അപ്പം ഗുൽമോഹറിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നതിന് വേണ്ടി അവർ ഗിഫ്റ്റുമായിട്ടൊക്കെ എത്തുകയാണ്. ആരൊക്കെയാണ് വന്നത്? നിർമ്മൽ, ചമ്പ, കുൽവൻ, പുഷ്പ, നസീമ ഭാനു ഓർ ഷീല അല്ലേ? അവർ ഇത്രയും പേരുമാണ് എത്തിയത്. പിന്നെയോ മീന ദിഖാവോ തോ ഗുൽമോഹർ കഹാ ഹെ. നിർമ്മൽ ബോലി. നിർമ്മൽ വന്നിട്ട് ചോദിക്കുകയാണ്, മീന ദിഖാവോ തോ ഗുൽമോഹർ കഹാ ഹെ. മീന ഒന്ന് കാണിച്ചാലും ആ ഗുൽമോഹർ എവിടെയാണെന്നൊന്ന്
കാണിക്കൂ, എവിടെയാണ് ആ ഗുൽമോഹർ എന്ന് കാണിക്കൂ. आओ आओ एक देखो, मीना ने बगीचे में उन्हें गुलमोहर का वृक्ष दिखाया. कोमल कोमल पत्तियों वाला एक सुंदर वृक्ष. पत्तियों के बीच में से लाल और केसरिया रंग के सुंदर फूल झांक रहे थे. मानो मीना की सहेलियों को देखकर धीमे धीमे मुस्कुरा रहे हो. അപ്പം ഇവരുടെ ഈ വീട്ടിൽ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്. ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് മീനയുടെ ഫ്രണ്ട്സ് എല്ലാം കൂടെ വീട്ടിലേക്ക് എത്തുന്നു. എന്നിട്ട് എന്താണ്, അവർ ഗിഫ്റ്റുമായിട്ടാണ് വരുന്നത്. അപ്പോൾ നിർമ്മൽ വന്ന് ചോദിക്കുകയാണ്, എവിടെയാണ് ആ ഗുൽമോഹർ വൃക്ഷം നിൽക്കുന്നത്, ഒന്ന് കാണിക്കൂ മീന. അപ്പോൾ മീന എന്താണ്, തീർച്ചയായിട്ടും കൊണ്ട് കാണിക്കാൻ വേണ്ടി തയ്യാറെടുത്ത്. മീന വന്ന് പറയാണ്, ആവോ ആവോ ഏകദേശം ആ വരൂ ഇതാ അങ്ങോട്ടേക്ക് നോക്കൂ. ബഗീച്ചമേ ഉനെ ഗുൽമോഹർ ക വൃക്ഷ ദിഖായ. അവൾ എന്ത് ചെയ്തു, ആ പൂന്തോട്ടത്തിലേക്ക് നോക്കി ആ ഗുൽമോഹർ വൃക്ഷത്തിനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അങ്ങോട്ട് നോക്കും, ഇതുകൊണ്ട് അതാണ് ഗുൽമോഹർ വൃക്ഷം എന്ന് പറഞ്ഞു പൂന്തോട്ടത്തിലേക്ക് ചൂണ്ടി. കോമൽ കോമൽ പത്തിയോ മാല ഏക്ക് സുന്ദർ വൃക്ഷ. മനോഹരമായ ഇലകളോട് കൂടിയ ഒരു സുന്ദരമായ വൃക്ഷം. കോമൽ കോമൽ പത്തിയോ മാല ഏക്ക് സുന്ദർ വൃക്ഷ. വളരെ മനോഹരമായ സുന്ദരമായ ഇലകളോട് കൂടിയ ഒരു വൃക്ഷം. ഇനി അടുത്തതോ, പത്തിയോ കെ ബീച്ച് മേം സേ ലാൽ ഓർ കേസരിയ രംഗ് കെ സുന്ദർ ഭൂൽ ഛാഗ് രഹേ ഥേ. ഇനി മരത്തിന്റെ പ്രത്യേകത പറയാണ്, പത്തിയോ കെ ബീച്ച്, ഇലകളുടെ അടുത്തൊക്കെ എന്താണ്, ലാൽ ഓർ കേസരിയ രംഗ് കെ സുന്ദർ ഭൂൽ ഛാഗ് രഹേ ഥേ. ലാൽ ലാൽ എന്ന് വെച്ചാൽ ചുവപ്പ്. ഇനി കേസരിയ കേസരിയ എന്ന് വെച്ചാൽ എന്താണ്, മെറൂൺ കളറിൽ. അപ്പോൾ ചുവപ്പും മെറൂണും കളറിലെ ചേർന്നിട്ട് എന്താണ്, ഒരു സുന്ദരമായ ഒരു പൂവ് അവിടെ നിൽക്കുന്നത്. ഒരു കുങ്കുമ നിറം. കേസരിയ എന്ന് വെച്ചാൽ കുങ്കുമ നിറം. കുങ്കുമ നിറത്തോട് കൂടിയ ഒരു പൂവ് എന്താണ്, പൂക്കൾ ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. തൂങ്ങി തൂങ്ങി അവിടെ ഇവിടെയെല്ലാം. മാനോ മീനാക്കി സഹേലിയോങ്കോ ദേഖുകാർ ധീമേ ധീമേ മുസ്കർ ഹോ രഹി. അതായത് എന്താണ്, പതിയെ മീന ആ കൂട്ടുകാരികളെ നോക്കി ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവൾ എന്ത് ചെയ്തു, മീനയുടെ വീട്ടിലേക്ക് ആരാണ്, മീനയുടെ ഫ്രണ്ട്സൊക്കെ എത്തുകയാണ്. എന്തിനു വേണ്ടിയാ, ഗുൽമോഹർ വൃക്ഷത്തിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നതിന് വേണ്ടി അല്ലേ. അവരെന്ത് ചെയ്യുന്നു, ഫ്രണ്ട്സ് ഉപകാരമായിട്ടൊക്കെ എത്തുമ്പോഴത്തേക്കും മീനയോട് വന്ന് നിർമ്മൽ ചോദിക്കുന്നത്, എവിടെയാണ് മീന ഈ ഗുൽമോഹർ വൃക്ഷം നിൽക്കുന്നതെന്ന്. അപ്പോൾ മീന തൻ്റെ പൂന്തോട്ടത്തിലേക്ക് ഗുൽമോഹർ വൃക്ഷം കാണിച്ചു കൊടുക്കുകയും പിന്നീട് കാണുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ നോക്കുമ്പോഴോ വളരെ മനോഹരവും കോമളമായ ഇലകളോടുകൂടി പൂത്തു നിൽക്കുന്ന ചുമപ്പും കേസരിയ രംഗം, അതായത് കുങ്കുമ നിറത്തോട് കൂടിയതുമായിട്ടുള്ള പൂക്കൾ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത് അല്ലേ, നിറയെ പൂത്തു നിൽക്കുകയാണ് ആ ഗുൽമോഹർ വൃക്ഷം. ഇനി അടുത്തത് അതിന് തൊട്ട് താഴെയായിട്ട് താണ്ടേ, മീനാക്കി സഹേലിയോ ഉസ്കെ ഘർ പഹുഞ്ചി ബഗീचे के सामने एक पोस्टर लगाया था. ആ പോസ്റ്റർ കൈസേ ഹോഗ എന്ന് പറഞ്ഞിട്ട് താഴെ ഒരു ആക്ടിവിറ്റിയാണ് കൊടുത്തേക്കുന്നത്. അതായത് മീനാക്കി സഹേലിയും ഉസ്കെ ഘർ പഹുഞ്ചി, മീനയുടെ ഫ്രണ്ട്സ് എല്ലാം അവളുടെ വീട്ടിലെത്തി. ബഗീച്ചയ്ക്ക് സാമനെ एक പോസ്റ്റർ ലഗ്വായ था. ബഹു പോസ്റ്റർ കൈസേ ഹോഗ. ബഗീച്ച അതായത് പൂന്തോട്ടത്തിൻ്റെ അടുത്തൊരു പോസ്റ്റർ തയ്യാറാക്കി വെച്ചിരുന്നു. ബർത്ത്ഡേ ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞൊരു പോസ്റ്റർ തയ്യാറാക്കി വെച്ചിരുന്നത്. ആ പോസ്റ്റർ എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾ കുട്ടികളെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എങ്ങനെയാണ് ഈ പോസ്റ്റർ തയ്യാറാക്കുന്നതെന്ന് പഠിക്കാം. ഇനി നമുക്കിതിൻ്റെ കുറച്ച് ഭാഗവും കൂടി നോക്കാം. ഓക്കെ, ഇനി അടുത്ത പേജ് നോക്കിയേ, പേജ് നമ്പർ 30. അടുത്ത നെക്സ്റ്റ് പേജിൽ കൊടുത്തേക്കുന്നത് എന്താ, ഒരു ചെറിയൊരു പിക്ചർ കൊടുത്തേക്കുന്നത്. എന്താണ്, ഒരു ചെടി നടുന്നതായിട്ട് അല്ലേ. എന്നിട്ട് അതിൽ എഴുതിയേക്കുന്നു ജൂൺ 5, അതായത് ജൂൺ 5 വിശ്വ പര്യാവരൺ ദിവസ്, അതായത് ജൂൺ 5 വിശ്വ പര്യാവരൺ ദിവസ്. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമെന്ന് കൊടുത്തിരിക്കുന്നത്. ജൂൺ 5 നമ്മൾ പരിസ്ഥിതി ദിനമായിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചത് എവിടം വരെ ആയിരുന്നു, മീനയുടെ വീട്ടിൽ ഫ്രണ്ട്സ് എത്തുന്നതും ഗുൽമോഹർ വൃക്ഷത്തിനെ കാണുന്നതും മീനെ അത് കണ്ട് സന്തോഷിക്കുകയൊക്കെ ചെയ്യുന്നതാണ് നമ്മൾ പഠിച്ചത്. ഇനി അതിൻ്റെ ബാക്കിയാണ് നമുക്ക് ചെറിയൊരു ഭാഗം കൂടി നോക്കാം. ജന്മദിൻ കി ബധായി ഹോ ഗുൽമോഹർ, निर्मल ने हमसे करते. मीना अब बताओ गुलमोहर का जन्मदिन क्यों मना रही हो, निर्मल ने पूछा. നിർമ്മൽ വന്നിട്ട് ഗുൽമോഹർ വൃക്ഷത്തിനോട് പറയുകയാണ്, ജന്മദിൻ കി ബധായി ഹോ ഗുൽമോഹർ, ഹാപ്പി ബർത്ത്ഡേ ഗുൽമോഹർ. നിർമ്മലിനെ ഹാംസ്കർ കഹ, നിർമ്മൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഹാപ്പി ബർത്ത്ഡേ ഗുൽമോഹർ. മീനാ ബതാവോ ഗുൽമോഹർ കാ ജന്മദിൻ ക്യോ മനാ രഹി ഹോ, നിർമ്മലിനെ പൂച്ചു. എന്നിട്ട് നിർമ്മൽ ചോദിക്കുകയാണ്, മീന നീ ഒന്ന് പറയാമോ, ഇപ്പം പറയൂ, എന്താണ് അപ്പോൾ ഗുൽമോഹർ കാ ജന്മദിൻ ക്യോ മനാ രഹി ഹോ, എന്തിനാണ് ഈ വാഗവൃക്ഷത്തിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നത്, നീ ഒന്ന് പറയുമോ എന്തിനാണ് ആഘോഷിക്കുന്നതെന്ന്. अरे बेचारा पिछले रविवार को ही काटा जाने वाला था, मीना बोली. ये बेचारा पिछले रविवार को ही काटा जाने वाला था, मीना बोली. മീന പറഞ്ഞു,
കഴിഞ്ഞ ഈ പാവത്തിനെ ഉണ്ടല്ലോ, ബേച്ചാറ എന്ന് വെച്ചാൽ പാവം, ഈ പാവത്തിനെ കഴിഞ്ഞ ഞായറാഴ്ച മുറിച്ച് കളയേണ്ടതായിരുന്നു. ഈ പാവം, ഈ വാഗവൃക്ഷം ഉണ്ടല്ലോ, അതിനെ കഴിഞ്ഞ ഞായറാഴ്ച മുറിച്ച് കളയേണ്ടതായിരുന്നു എന്ന് മീന പറയുന്നു. ക്യോ, എന്തുകൊണ്ട്, എന്തിനാണ് മുറിക്കുന്നത്? ക്യോങ്കി ഇസ് പർ ഭൂൽ നഹി ആ രഹേ ഥേ, എന്തുകൊണ്ടെന്നാൽ ഇതിൻ്റെ അകത്ത് പൂവ് പിടിക്കുന്നുണ്ടായിരുന്നു. 4 साल पहले घर तैयार हो जाने के बाद माम ने बगीचा लगवाया, हरी घास लगवाई, फूलों की क्यारियां बनवाई, अमरूद, आम और गुलमोहर के 2-2 पौधे लगवाए। एक में से लाल और दूसरे में से पीले रंग के फूल निकलने चाहिए थे। पेड़ लगाने के कुछ साल बाद एक में से पीले रंग के फूल निकल आए, लेकिन इस पेड़ पर 14 साल भी फूल नहीं आया. അപ്പം മീന പറയുകയാണ്, എന്താണ്, കഴിഞ്ഞ ഞായറാഴ്ച ഈ പൂവ് എന്താണ്, ഈ മരം മുറിച്ച് കളയേണ്ടതായിരുന്നു. അപ്പോൾ ചോദിക്കും എന്തിനാണ് മുറിക്കുന്നത്? അപ്പോൾ പറയുകയാണ് മീന, ക്യോങ്കി ഇസ് പർ ഭൂൽ നഹി ആ രഹേ ഥേ, ഇതിനകത്ത് പൂവൊന്നും ഇതുവരെയായിട്ടും പിടിച്ചില്ലായിരുന്നു. 4 साल पहले घर तैयार हो जाने के बाद माम ने बगीचा लगवाया. ഒരു 6 വർഷം മുന്നേ അമ്മ വീടൊക്കെ വീട് വെച്ച് വീടൊക്കെ വൃത്തിയാക്കിയ സമയത്ത് ഒരു ചെറിയൊരു പൂന്തോട്ടം നിർമ്മിച്ചായിരുന്നു. ഹരികാസ് ലഘുവായെ, എന്നിട്ട് എന്ത് ചെയ്തു, പച്ച പുല്ലൊക്കെ അതിനകത്ത് വെച്ച് പിടിപ്പിച്ചു ആ പൂന്തോട്ടത്തിൽ. ഭൂലോങ്കി ക്യാരിയ ബെൻവായി, ഇനി പൂക്കളുടെ ഒരു ചെറിയ ബോട്ടിൽ ചെറിയ ചെറിയ ചെടിച്ചട്ടികൾ അവിടെ ഇവിടെ ആയിട്ടൊക്കെ വെച്ചു. അമരൂദ്, ആം ഓർ ഗുൽമോഹർ കെ 2-2 പൗധേ ലഘുവായെ, അമരൂദ് എന്ന് വെച്ചാൽ പേരയുടെയും അതേപോലെ ഗുൽമോഹറിൻ്റെ വാഗവൃക്ഷത്തിൻ്റെയും പിന്നെ മാവിൻ്റെയും ഒക്കെ 2-2 പൗധേ ലഘുവായെ, 2 തൈകൾ വീതം നട്ടായിരുന്നു. അമ്മ ആ പൂന്തോട്ടത്തിൽ പേരയുടെയും ഗുൽമോഹറിൻ്റെയും അതേപോലെ മാവിൻ്റെയൊക്കെ കൊച്ച് 2 തൈകൾ വീതം അമ്മ അവിടെ നട്ടു. എന്നിട്ടോ एक में से लाल और दूसरे में से पीले रंग के फूल निकलने चाहिए. ഇനി ഒരു വാഗവൃക്ഷം ഉണ്ടല്ലോ, ഒരെണ്ണത്തിന് ലാൽ ചുവന്ന പൂവും ഒരെണ്ണത്തിന് പീല മഞ്ഞ പൂവും. അപ്പം മഞ്ഞ പൂവും ചുവന്ന പൂവുള്ള വാഗവൃക്ഷത്തിന് 2 തൈകൾ അമ്മ അവിടെ നട്ടിരുന്നു. पेड़ लगने के कुछ साल बाद एक में से पीले रंग के फूल निकल आए. पेड़ लगने के कुछ साल बाद, മരം വളർന്നു കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ്, ഒരെണ്ണത്തിൻ്റെ അകത്ത് മഞ്ഞപ്പൂവ് പിടിച്ചു, ഒരെണ്ണത്തിനകത്ത് മഞ്ഞപ്പൂക്കൾ പിടിച്ചു വന്നു. ലേക്കിൻ ഈ പേട് പർ 14 साल भी भूल नहीं आए. എന്നാൽ ഇതിനകത്ത് എന്താണ്, അതായത് ഇത്രയും നാളായിട്ട് ഇതിൻ്റെ അകത്ത് പൂവൊന്നും പിടിച്ചില്ല. ലേക്കിൻ ഈ പേട് പർ 14 साल भी भूल नहीं आए. ഇത്രയും നാളായിട്ട് ഇതിൻ്റെ അകത്ത് എന്താണ്, പൂക്കളൊന്നും തന്നെ പിടിച്ചില്ല. അച്ഛാത്തോ നിർമ്മലിനെ പൂച്ച, അത് ശരിയാണോ? നിർമ്മൽ ചോദിക്കണം, ശരിയാണോ ആണോ ഇത്ര നാളായിട്ട് ഇതിനകത്ത്. നമ്മളെന്താണ് ഇപ്പം ഇത്രയും വെച്ച് നമ്മൾ കഹാനി അവസാനിപ്പിക്കണം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ നോക്കിയ കുട്ടികളെ, നമ്മളിപ്പം പഠിച്ച ഭാഗത്തിൽ എന്താണ്, ഗുൽമോഹറിൻ്റെ ജന്മദിനം ആഘോഷിക്കാനെത്തുന്ന മീനയുടെ വീട്ടിലേക്ക് എത്തുന്ന നിർമ്മലിൻ്റെ ബാക്കി ഫ്രണ്ട്സും ഒക്കെയാണ് കൂടെ എത്തുന്നത്. അപ്പോൾ അവർ ധാരാളം ഗിഫ്റ്റുമായിട്ടൊക്കെ അവിടേക്ക് എത്തുകയും എന്നിട്ട് മീനയുടെ കൈ കൊടുക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് നിർമ്മൽ ചോദിക്കുന്നത് എവിടെയാണ് ആ ഗുൽമോഹർ വൃക്ഷം നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ മീന കൊണ്ടുവന്ന് തൻ്റെ പൂന്തോട്ടത്തിൽ നിൽക്കുന്ന ഗുൽമോഹർ വൃക്ഷത്തിനെ കാണിച്ചു കൊടുക്കണം. എന്നിട്ട് ഉടൻ തന്നെ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഈ ഗുൽമോഹർ വൃക്ഷത്തിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നതെന്ന്. അപ്പോൾ അവൾ പറയുകയാണെന്ത്, കഴിഞ്ഞ ഞായറാഴ്ച ഇത് മുറിച്ച് കളയേണ്ടതായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് കുറച്ച് നാളുകളായിട്ട് പൂക്കളൊന്നും പിടിക്കുന്നില്ലായിരുന്നു. അമ്മ വീടൊക്കെ ശരിയാക്കി എടുത്ത സമയത്ത് എന്ത് ചെയ്തു, കുറച്ച് ചെടികളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് നട്ടു. അപ്പം അതിൻ്റെ കൂടെ മാവിൻ്റെയും അതേപോലെ ഗുൽമോഹറിൻ്റെയും പിന്നെ പേരയുടെയൊക്കെ 2 തൈകൾ വീതം നട്ടായിരുന്നു. അതിൽ ഗുൽമോഹറിൻ്റെ ഒരു തൈ മാത്രം കിളിച്ചു അതിൽ പൂക്കൾ പിടിക്കുകയും ചെയ്തു. മറ്റേ തൈ കിളിച്ചു വന്നെങ്കിൽ എന്താണ്, അതിൽ പൂക്കളില്ല, മഞ്ഞ പൂക്കളാണ് പിടിച്ചത്. ഈ ചുമന്ന ഗുൽമോഹറിൽ പൂക്കൾ പിടിച്ചതേ ഇല്ല. അപ്പോൾ കുറച്ച് നാളുകളായിട്ട് പൂക്കൾ പിടിച്ചില്ലായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ നിർമ്മൽ ചോദിക്കുന്നത് അത് ശരിയായിരുന്നോ? ആണല്ലേ, അവിടെ വരെ അപ്പോൾ ആണല്ലേ, അതുകൊണ്ടായിരിക്കാം മുറിച്ചത് എന്നാണ് മുറിക്കാൻ വേണ്ടി തയ്യാറെടുത്തത് അല്ലേ. അപ്പം എന്താണ്, ഇപ്പം കഹാനിയുടെ ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് കഹാനി ഇഷ്ടപ്പെട്ടോ? കുറച്ച് ഭാഗം മാത്രമേ പഠിച്ചിട്ടുള്ളൂ നമ്മൾ. ഇനി ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാവുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കാൻ നേരത്ത് പുസ്തകം കൂടെ എടുത്ത് ഇടയ്ക്കിടയ്ക്ക് വായിച്ചു നോക്കാം. ഇതിൻ്റെ അർത്ഥങ്ങളും മറ്റു ക്വസ്റ്റ്യനുകളും നോട്ടുകളും ഒക്കെ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ക്ലാസ്സിൽ തരുന്നതായിരിക്കും.
ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഗുൽമോഹർ കാ ജന്മദിൻ എന്ന് പറയുന്ന ഈ മനോഹരമായ കഹാനി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പഠിപ്പിച്ച അത്രയും ഭാഗം എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. എന്താണ്, വളരെ മനോഹരമായ ഒരു കഥയാണ് തുടങ്ങുന്നത്. കഥയുടെ കുറച്ച് ഭാഗം മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ അല്ലേ? ഈ കുറച്ച് ഭാഗവും കൂടി ഉണ്ട് നമുക്ക് പഠിക്കണം. എന്തുകൊണ്ടാണ് ഈ ഗുൽമോഹറിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നത് എന്ന് വരെയാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് അല്ലേ? അവിടെ വരെ നമ്മൾ പഠിച്ചു നിർത്തിയിരിക്കുന്നത്. ഇനി അത് മുറിക്കാൻ വേണ്ടി തയ്യാറെടുത്തു എന്ന് വരെ പറഞ്ഞിരുന്നു അല്ലേ? പിന്നീട് ഇത് പൂത്തിട്ടുണ്ടായിരിക്കാം. എന്താണ് ഇനി അടുത്ത ഭാഗം എന്ന് അറിയാൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത പാർട്ടുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും.